ഇസു എവിടെ പോണേ? പുതിയ സ്കൂളിൽ പോണേ? സ്കൂൾ തുറന്ന് ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞ ശേഷമാണ് നമ്മളൊരു വ്ളോഗറിന് കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നന്നായിട്ട് ലാഗാവുന്നുണ്ട്. അതൊക്കെ മാറ്റണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്താണ് രക്തത്തിലെല്ലാം ചേരുന്നത് മാറുന്നില്ലെന്നേ. എന്തായാലും നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എന്താണ് രാവിലെ തന്നെ ഇസുക്കുട്ടി സ്വന്തമായിട്ട് ഒരുങ്ങാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. സ്കൂളിൽ പോകുന്നുണ്ട്. 2 ദിവസത്തിൽ കാണുള്ളൂ എന്നാണ് വിചാരിച്ചത്. പിന്നെ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം എന്താണ് കരയാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ടേ. അങ്ങനെ നമ്മളവിടെ ചെന്നപ്പോഴത്തേനും പരിപാടിക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആക്ട്രസ് പ്രിയങ്ക നായരായിരുന്നു ഉദ്ഘാടനം ചെയ്യാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എന്താണ് മക്കൾക്ക് വേണ്ടിയിട്ട് ബാഗും കുടയും അതൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കൊച്ചുങ്ങളെ ക്ലാസ്സിലോട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ ഇനി ഞെട്ടിപ്പോയി. സ്കൂൾ കണ്ടപ്പോൾ ഗവൺമെൻറ് സ്കൂളാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ. പാർക്ക്, അതുപോലെ തന്നെ ലിഫ്റ്റ് ഉണ്ട് സ്കൂളിൽ. ലിഫ്റ്റ്, അതുപോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും AC ഉണ്ട്. എൻ്റെ പിന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ട് അടിപൊളിയായിരുന്നേ. ഇസുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാർക്കാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. സ്കൂളിലാണ് പോകുന്നതെന്നുള്ള ഒരു ഇതുമില്ല. പാർക്കിൽ പോയി കളിക്കാനായിട്ട് അവർ ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ്. സാധാരണ ഇസു കരച്ചിലാണ്, ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ പാർക്കുള്ളതുകൊണ്ട് ഇസു നല്ല ഹാപ്പിയാണ്. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രത്യേക ലോകം തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് വാങ്ങിക്കാൻ പോകുന്ന ഒരു വീഡിയോയിൽ കണ്ടില്ലായിരുന്നു. അത് ഇവർക്ക് പ്രത്യേകം ടോയ്സിന് വേണ്ടി മാത്രം ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്ന് ശരി, ഞാനിപ്പോൾ ലാഗ് എടുപ്പിക്കുന്നില്ല.